പ്രതിപക്ഷ നേതാവിന്റേത് യുഡിഎഫിൽ ചർച്ച നടത്തിയ ശേഷം വന്ന അഭിപ്രായമല്ലെന്ന് ലീഗ് നേതാവ്. നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊല്ലത്ത് ഭാര്യയെ തീവച്ച് കൊന്നത് സംശയം മൂലം. ബിസിനസ് പങ്കാളിയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് അനുസരിച്ചില്ലെന്ന് പത്മരാജൻ. പ്രതി പത്മരാജനുമായി തെളിവെടുപ്പ് പൂർത്തിയായി. കളർക്കോട് അപകടത്തിൽ മരിച്ച ആയുഷ് ഷാജിക്ക് വിട നൽകി ജന്മനാട്. അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് നിരവധി പേർ. ദേവാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ കുടുംബം പ്രതിഷേധ സമരത്തിലേക്ക്. സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പിതാവ്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഡോക്ടർമാർക്ക് അനുകൂലമാണെന്ന ആരോപണം. മന്ത്രിയുടെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വന്ന അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിക്ക് മുമ്പാകെ ഞാനും എന്റെ കുഞ്ഞും വൈഫും കൂടെ സത്യാഗ്രഹത്തിനോ അല്ലെങ്കിൽ സമര നടപടിക്കോ പോകാനായിട്ട് തയ്യാറാണ്. ചേലക്കരയ്ക്കും പാലക്കാടിനും പുതിയ എംഎൽഎമാർ. സത്യപ്രതിജ്ഞ ചെയ്ത് പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്ന് മല കയറിയത് 37,844 തീർത്ഥാടകർ. കനത്ത മഴയെ തുടർന്ന് അടച്ച കാനനപാതയും സത്രം പുല്ലുമേട് പാതയും തുറന്നു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പാലായിൽ തുടങ്ങി. തത്സമയ ദൃശ്യത്തിലേക്ക്. ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിൽ ആഴ്ത്തി 5 പേരുടെ മരണത്തിന് കാരണമായ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെ സംസ്കാര ചടങ്ങുകളുടെ തത്സമയ ദൃശ്യമാണ്. പാലായിലാണ് ദേവാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മരിച്ച 2 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇന്ന് രാവിലെ ആയുഷ് ഷാജിയുടെ സംസ്കാര ചടങ്ങ് ജന്മനാട്ടിൽ നടന്നിരുന്നു. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ആയുഷ് ഷാജിക്ക് ജന്മനാടിന്റെ വിട. സംസ്കാരം കാവാലത്തെ വീട്ടുവളപ്പിൽ നടന്നു. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് ആയുഷിനെ അവസാന നോക്ക് കാണാനെത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ആൽവിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി.
ഇൻഡോറിൽ നേഴ്സായ അമ്മ ഉഷയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു ആയുഷ് എന്ന മിടുക്കനായ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പുകളും. നഴ്സിംഗ് ജോലികൾക്ക് ശേഷം കുട്ടികളെ ട്യൂഷനെടുത്തും മകന്റെ പഠനത്തിനായി പണം സ്വരുക്കൂട്ടി. ഇൻഡോറിൽ തന്നെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ ഷാജിയുടെയും ഉഷയുടെയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ഏറ്റവും മിടുക്കനായി അവൻ വളർന്നു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച് പറന്നുയരാൻ തുടങ്ങവേ അപ്രതീക്ഷിത വിധി. ഹൃദയം പിടയുകയാണ് ഈ അമ്മയ്ക്ക്. ഇൻഡോറിലാണ് കുടുംബം സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അച്ഛൻ ഷാജിയുടെ നാടാണ് കാവാലം. എൻട്രൻസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയപ്പോൾ ആയുഷ് ആലപ്പുഴ തിരഞ്ഞെടുത്തു. നാടും ആ തീരുമാനത്തിൽ സന്തോഷിച്ചു. കാവാലത്ത് കുട്ടനാടെന്ന് പറയുമ്പോൾ കൊച്ചിന് അച്ഛൻ്റെ നാടായതുകൊണ്ട് കൊച്ചിനൊരു വെറൈറ്റി, അതായത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാരണം ഇഷ്ടമുണ്ടാകും. കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമായിരുന്നു. കാരണം ഇവിടുത്തെ ആളുകളുടെ സഹകരണവും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിന് നല്ല സന്തോഷമായിരുന്നു ഇവിടെ വരാനും ആലപ്പുഴ എടുക്കാനായിട്ട്. അപ്പോൾ ആലപ്പുഴ എടുക്കാനായിട്ട് കാരണം ഇത് തന്നെയാണ്. അച്ഛൻ്റെ വീട് അടുത്തുണ്ട്, ആളുകളുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാനും വരാനും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊച്ചൻ നമുക്ക് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തത്. എല്ലാ വെള്ളിയാഴ്ചയും ചെറിയച്ഛന്റെ വീട്ടിലെത്തും. ഞായറാഴ്ച ഹോസ്റ്റലിലേക്ക് മടക്കം. ഇനി ഒരിക്കലും മടങ്ങിപ്പോകാത്ത വിധം കാവാലത്തെ കുടുംബ വീടിന്റെ പിന്നാമ്പുറത്ത് മണ്ണോട് ചേർന്നു. നീർച്ചാലുകൾക്കരികിലൂടെ നടന്നു നീങ്ങി കാവാലത്തിന്റെ ആ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് കൂട്ടുകാർ പറയുന്ന പോലെ എപ്പോഴും ചിരിക്കുന്ന അവരുടെ ആയുഷ് ഇനി മടങ്ങി വരില്ല. 1.5 മാസം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആയുഷിനെ ചേർത്ത് മടങ്ങുമ്പോൾ കരുതി വെച്ച പ്രതീക്ഷകളെല്ലാം കാവാലത്തെ 6 അടി മണ്ണിന് മുകളിലായി കണ്ണീരായി പെയ്തിറങ്ങുകയാണ്. പഠനത്തിലെ മികവ് കൊണ്ട് ആയുഷിന് പലയിടങ്ങളിൽ നിന്നും അഡ്മിഷന് കോള് വന്നിരുന്നു. പക്ഷേ എവിടേക്കും പോകാൻ ആയുഷ് തയ്യാറായില്ല. ആയുഷ് തിരഞ്ഞെടുത്തത് ആലപ്പുഴയാണ്, അച്ഛന്റെ സ്വന്തം നാട്. ഒരുപക്ഷെ പഠനം പൂർത്തിയാക്കുമായിരുന്നുവെങ്കിൽ കാവാലത്തിന്റെ പ്രിയപ്പെട്ട സ്വന്തം ഡോക്ടറാകുമായിരുന്നു ആയുഷ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു മരണം. സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം പുലർച്ചെയാണ് അപകടം നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി കേരളത്തിലേക്ക് വന്ന ലോറിയും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചരക്ക് ലോറി അമിത വേഗതയിൽ ആയിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. நான் ஸ்லோ பண்ணி நிறுத்திட்டேன், வரதை பார்த்துட்டு லெஃப்ட் வார நிறுத்திட்டேன். நிறுத்தின உடனே பயங்கர பாஸ்ட் வந்து அடிச்சதுல வண்டி கீழே 30 அடி கீழே வந்துட்டேன். ஸ்ட்ரைட் நேரம் வந்து அடிச்சுட்டாடி டாரஸ் ஃபிளைடு. நிறுத்தின உடனே வந்து அடிச்சா வண்டி மரண சாத்து வண்டி கீழே போயிடுச்சு. அவரு வந்து நேரா வந்தாரு, ஒரு லாரி வந்துட்டு இருந்துச்சு, சைடு போட்டாரு, சைடு போயிட்டு நேரா வந்து அடிச்சிட்டாரு. ஃபுல்லா வந்துட்டு அப்படி நேரா ஸ்ட்ரைட்டா வந்து சாத்திட்டு அப்படி. വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. ദേശീയപാതയിൽ വടകര പുതിയ സ്റ്റാൻഡിനോട് ചേർന്ന് ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. വടകര അടക്കാത്തെരു സ്വദേശി കൃഷ്ണമണിയുടെ കാറാണ് കത്തി നശിച്ചത്. കാറിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് വഴിയാത്രക്കാർ വിളിച്ചു പറഞ്ഞതോടെ ഇയാൾ കാറിൽ നിന്നും പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ വർക്ക്ഷോപ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 5 വാഹനങ്ങൾ കത്തി നശിച്ചു.
പയ്യന്നൂർ കണ്ടോത്തെ TP ഓട്ടോ ഗ്യാരേജിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. റോഡിലൂടെ പോയവരാണ് വാഹനങ്ങൾ കത്തുന്നത് ആദ്യം കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിൽ ഒരു കാറും ഒരു ബൊലോറയും പൂർണ്ണമായും കത്തിനശിച്ചു. 3 വാഹനങ്ങൾ ഭാഗികമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കായംകുളത്ത് KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 22 പേർക്ക് പരുക്ക്. KSRTC ബസിന് പിന്നിൽ അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. കായംകുളം KP റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ രാവിലെ 8:30യോടെയാണ് അപകടം നടന്നത്. കായംകുളത്തു നിന്നും അടൂർ ഭാഗത്തേക്ക് പോയ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. കായംകുളത്ത് നിന്നും വന്നിരുന്ന KSRTC ബസിന്റെ പിന്നിൽ പന്തളത്തേക്ക് പോവുകയായിരുന്ന അറക്കൽ S ബോസ് എന്ന സ്വകാര്യ ബസ് വന്നിടിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പ് ആയതിനാൽ KSRTC ബസ് വേഗത കുറച്ചു. മറ്റൊരു KSRTC ബസിനെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് വന്നിടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അപകടത്തിൽ പരിക്കുപറ്റിയവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KP റോഡിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം നിത്യസംഭവമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലം നിലമേലിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. വെള്ളാപ്പാറ സ്വദേശി ശ്യാമളകുമാരി അമ്മയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകൻ ദീപുവിനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വാളകം ഭാഗത്തു നിന്നും വന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കവെയാണ് എതിർദിശയിൽ വന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയും തുടർന്ന് നിയന്ത്രണം തെറ്റി KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തത്. കാർ വെട്ടിപ്പൊളിച്ചാണ് ശ്യാമളകുമാരി അമ്മയെ പുറത്തെടുത്തത്. അതിനകത്തൊന്നും പൈസ ഇല്ല. കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നെന്ന് പ്രതി പത്മരാജന്റെ മൊഴി. അനിലയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പങ്കാളി ഹനീഷുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റസമ്മതം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പത്മരാജനുമായി തെളിവെടുപ്പ് നടത്തി. നടുറോഡിൽ വീട്ടമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിൽ നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ചെമ്മാമുക്ക് ഇപ്പോഴും മുക്തമായിട്ടില്ല. അദ്ദേഹത്തിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനീഷുമായി അനിലയ്ക്ക് ഒരു അവിഹിതമായ ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള സംശയത്തിലായിരുന്നു ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് പത്മരാജൻ കടന്നത് എന്ന സൂചനകളാണ് പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഹനീഷാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നേരെ വന്ന് യാതൊരു പ്രകോപനവും കൂടാതെ വാഹനത്തിനുള്ളിലേക്ക് ഈ പെട്രോൾ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തിയത് എന്നും അന്വേഷണ സംഘത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അനിലയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഭർത്താവ് പത്മരാജൻ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം ഇങ്ങനെ: ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അനില അനുസരിച്ചില്ല. കൺമുന്നിലിട്ട് ഹനീഷ് കഴിഞ്ഞ ദിവസം തന്നെ മർദ്ദിച്ചിട്ടും പിടിച്ചുമാറ്റാൻ പോലും ഭാര്യ തയ്യാറായില്ല. ഇത് മാനസികമായി തന്നെ ഏറെ തകർത്തു. ഭാര്യയെ വകവരുത്തിയതിൽ കുറ്റബോധമില്ലെന്നും വിഷമമുള്ളത് തനിച്ചായ 14 വയസ്സുകാരിയായ മകളെ ഓർത്ത് മാത്രമാണെന്നുമാണ് പ്രതിയുടെ മൊഴി. അതേസമയം പ്രകോപനമൊന്നും കൂടാതെയാണ് നടുറോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്നും രക്ഷപ്പെടുത്താനാവാത്ത വിധം മാംസം അടർന്നുപോയ നിലയിലായിരുന്നെന്നും സംഭവത്തിന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങൾ ഓടി വന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി വന്നിട്ട് അടുത്തോട്ട് പോകാൻ വയ്യ. മാക്സിമം അവർക്ക് അപ്പോഴത്തേക്ക് ഒരു 90-95% പുള്ളി മാറിയവർ. നമുക്ക് ഇവരുടെ മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മളെ പച്ചില വെച്ച് അണയ്ക്കാൻ നോക്കി തീയാണെങ്കിൽ ലാസ്റ്റ് ചാക്കെടുത്തോണ്ട് പിടിച്ച് ഇങ്ങോട്ട് വലിച്ചെടുത്ത് മാംസം വിട്ടുമാറുക. സ്ഥലത്ത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. തെളിവെടുപ്പിനായി പ്രതിയെ സ്ഥലത്തെത്തിച്ചപ്പോഴും ഭാവഭേദങ്ങൾ ഒന്നും കൂടാതെയാണ് പത്മരാജൻ കൃത്യമായ ആസൂത്രണത്തോടെ ഭാര്യ അനിലയെ
വകവരുത്തിയതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. കൊല്ലം ചൊമ്മാമുക്കിൽ നിന്നും ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ചേലക്കര MLA UR പ്രദീപും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. UR പ്രദീപ് സഗൗരവമാണ് പ്രതിജ്ഞയെടുത്തത്. UR പ്രദീപ് എന്നത് ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ദൈവനാമത്തിലായിരുന്നു രാഹുലിന്റെ പ്രതിജ്ഞ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്തുമസ് പുതുവത്സര സമയത്ത് മറുനാട്ടിലുള്ള മലയാളികളുടെ യാത്ര പ്രതിസന്ധിയിലാകും. മിക്ക ട്രെയിനുകളിലെയും റിസർവേഷൻ ഇതിനോടകം തന്നെ കഴിഞ്ഞു. ബസ് ചാർജ് റോക്കറ്റ് പോലെ ഉയരുകയുമാണ്. സ്പെഷ്യൽ ട്രെയിനുകളും ബസ്സുകളും സർവീസ് നടത്തുക മാത്രമാണ് ഇനിയുള്ള പോംവഴി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്മസിന് നാട്ടിലേക്ക് വരേണ്ടവർ ഏറെയാണ്. ഇപ്പോഴേ ബംഗളൂരു, മൈസൂരു, ചെന്നൈ, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളിലൊന്നും ഡിസംബർ 20 ശേഷം ടിക്കറ്റ് ബാക്കിയില്ല. ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 200-ന് മുകളിലായി. 23-ന് അനന്തപുരിയിൽ 400 കടന്നു. ബംഗളൂരിൽ നിന്നുള്ള ഐലൻഡ്, മൈസൂരു കൊച്ചുവേളി, ഹൈദരാബാദിൽ നിന്നുള്ള ശബരി എക്സ്പ്രസുകളിലും 25-ാം തീയതി വരെ ടിക്കറ്റില്ല. കേരളത്തിലെ 2 വന്ദേ ഭാരത് ട്രെയിനുകളിലും ഈ ദിവസങ്ങളിൽ ടിക്കറ്റില്ല. സാധാരണഗതിയിൽ ആഘോഷവേളകളിൽ ഉണ്ടാകുന്ന യാത്രാദുരിതം ഇപ്രാവശ്യവും പുതുവത്സരവും ക്രിസ്മസ് പ്രമാണിച്ച് വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായ ട്രെയിനുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അതേപോലെ തന്നെ ഉള്ള ട്രെയിനുകൾക്കാണെങ്കിൽ കോച്ചുകൾ വേണ്ടത്രയില്ല. അപ്പോൾ നിലവിലുള്ള കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയും ചെയ്യുന്നതിന് പുറമെ സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം വളരെയധികം കൂട്ടുക. ബസ് യാത്രയും എളുപ്പമാകില്ല. ട്രെയിൻ ടിക്കറ്റുകൾ വിറ്റുതീർന്നതോടെ ബസ് ഓപ്പറേറ്റർമാർ നിരക്ക് കുത്തനെ കൂട്ടി. തിരുവനന്തപുരം ബംഗളൂരു ബസ് നിരക്ക് 3500 മുതൽ 5000 വരെ എത്തി. തിരക്ക് കൂടുന്നതോടെ ഇനിയും കൂടും. ശബരിമല സീസൺ കൂടിയായതോടെ കൂടുതൽ ട്രെയിൻ, ബസ് സർവീസുകൾ നടത്തിയാൽ മാത്രമേ കീശ കാലിയാകാതെ മലയാളിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വീടുകളിലെത്താൻ പറ്റൂ. KSRTCയും കർണാടക RTCയും കൂടുതൽ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തിരുവനന്തപുരം വർക്കല ചെമ്മരുതിയിൽ കിണർ വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം. പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വർക്കല ചെമ്മരുതി പഞ്ചായത്തിലെ 19-ാം വാർഡിലെ 20ഓളം വീടുകളിലെ കിണർവെള്ളത്തിലാണ് രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ജലം ഉപയോഗിക്കാൻ കഴിയാതെ കുടുംബങ്ങൾ വൻവില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട സ്ഥിതിയാണ്. മുട്ടപ്പലം ബംഗ്ലാവ് മുക്കിലെ റെസിഡൻസ് ഏരിയയിലാണ് കഴിഞ്ഞ കുറച്ചുനാളുകളിലായി 20ഓളം വീടുകളിലെ കിണറ്റിനുള്ളിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത്. അസഹ്യമായ ദുർഗന്ധവും രുചിവ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 കിണറുകളിലെ വെള്ളം ലാബിൽ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. പരിശോധനയിൽ ആസിഡ് അംശം വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടെന്നും ജലം ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. കിണറുകളിലെ ജലസാമ്പിളുകൾ ശേഖരിച്ച് ലാബിൽ ടെസ്റ്റ് ചെയ്തു. എല്ലാ വീടുകളിലെയും കിണറിൽ നിന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ സംവിധാനമില്ലാത്തതിനാൽ 3 വീടുകളിലെ വെള്ളമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. സമീപ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്നാണ് രാസവസ്തുക്കൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പ്രദേശത്തെ 40ഓളം കുടുംബങ്ങൾ പഞ്ചായത്തിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഒടുവിൽ രാസപദാർത്ഥത്തിന്റെ ഉറവിടം കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയ്ക്ക് ഉറപ്പു നൽകി. ന്യൂസ് 18 വർക്കല.
തൃശൂർ മറ്റത്തൂരിലെ ജൈവ കാർഷിക ചന്ത ശ്രദ്ധേയമാകുന്നു. ജൈവ രീതിയിൽ വിളയിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. രാസവളവും രാസകീടനാശിനിയും ഉപയോഗിക്കാതെയുള്ള നാടൻ ഇനങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളുമെല്ലാം ഇവിടെ എത്തിയാൽ വാങ്ങാം. ജൈവ കർഷകരുടെ കൂട്ടായ്മയാണ് ഈ പ്രവർത്തനത്തിന് പിന്നിൽ. ആഴ്ചയിൽ ഒരിക്കൽ പ്രവർത്തിക്കുന്ന ചന്തയിൽ നിരവധി പേരാണ് എത്തുന്നത്. കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഞങ്ങളുടെ അംഗങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറിയാവാം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാവാം, അത് അല്പം ഉള്ളെങ്കിൽ പോലും 2 വെണ്ടക്കായുള്ള അത് ഇവിടെ കൊണ്ടുവരാം, കൈമാറി പോവാം, മറ്റേ വഴുതനയോ മറ്റു സാധനങ്ങളോ കൊണ്ടുപോകാം. ജൈവ കർഷക സമിതിയിലെ അംഗങ്ങൾ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ചന്തയിലെത്തുന്നത്. അംഗങ്ങളല്ലാത്തവർക്കും ജൈവ രീതിയിൽ വളർത്തിയവ ഇവിടെ എത്തിക്കാം. ഉൽപ്പന്നങ്ങൾ ഉടൻ വിറ്റ് തീരുമെന്ന് കർഷകർ പറയുന്നു. ചന്തയുടെ പ്രവർത്തനം കൂടുതൽ ദിവസങ്ങളിലേക്ക് നീട്ടാനും പദ്ധതിയുണ്ട്. ന്യൂസ് 18 തൃശൂർ. പാലക്കാട് തൃത്താലയിലെ ഗ്രാമീണ പാതകൾ തകർന്നിട്ട് കാലങ്ങളായി. പള്ളിപ്പടി മേലേഴിയം റോഡ് നന്നാക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പള്ളിപ്പടി മേലേഴിയം പാതയുടെ 2 കിലോമീറ്ററാണ് തകർന്നു കിടക്കുന്നത്. ദേശീയപാതാ നിർമ്മാണത്തിനായി ഭാരമേറിയ വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ആക്ഷേപം. പ്രദേശത്ത് മണ്ണെടുത്തയിടത്തു നിന്ന് ചെളി ഒലിച്ചിറങ്ങിയതോടെ അപകടങ്ങളും പതിവായി. റോഡ് നവീകരിക്കുമെന്ന അധികൃതരുടെ ഉറപ്പും പാഴ്വാക്കായി. വലിയ ബുദ്ധിമുട്ടാണ് ഇതുവഴിയുള്ള യാത്ര. ഒരു കാലത്തോളം 1 വർഷത്തിലും കൂടുതലായിട്ട് റോഡിങ്ങായിട്ട് ഇത് അന്ന് മണ്ണടി തുടങ്ങിയ മുതലേ റോഡ് കംപ്ലൈൻറ്റ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഓടാനും വയ്യ, ഓടാതിരിക്കാനും വയ്യ. ഓടാതിരുന്നാൽ ഞങ്ങളുടെ വീട് പട്ടിണിയാവും. പൊടിശല്യവും രൂക്ഷമാണ്. അടിയന്തരമായി റോഡ് നവീകരിക്കണം എന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. ശബരിമലയിൽ തെങ്ങിൻ തൈ നടാനുള്ള കാരണം എന്താണെന്നുള്ള ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം ഇനി. പതിനെട്ട് എന്ന സംഖ്യ ഭാരതീയ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലുമൊക്കെ ഏറെ പ്രധാനപ്പെട്ടതാണ്. 18-ന് ശബരിമലയിലും ഏറെ പ്രാധാന്യമുണ്ട്. 18-ാം പടി, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റൊരു കാര്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 18 വർഷം പടി കയറിയാൽ അതിൻ്റെ അടയാളമായി തെങ്ങിൻ തൈ നടും. അത് കാലങ്ങളായി വിശ്വാസികൾ പിന്തുടരുന്ന ഒരാചാരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല ഭസ്മക്കുളത്തിന് അടുത്താണ്. ഇവിടെയാണ് വിശ്വാസികൾ 18 വർഷം പൂർത്തിയാക്കിയതിൻ്റെ അടയാളമായി തെങ്ങിൻ തൈ നടുന്നത്. சாமியை சரணமையப்பா. ஆமாம் சாமி, 18 வருஷம் பூர்த்தி ஆனதுக்கு அடையாளம். பகவானுக்கு தெரியப்படுத்துகிறோம், நாங்கள் 18 வருஷம் பூர்த்தி ஆயிடுச்சு அப்படிங்கிறது நாங்கள் நிறைவேற்றுறோம். இது கடமை, எங்கள் கடமை. இது 18 வருஷம் வந்ததுக்கப்புறம் கடமை. உங்களுக்கு குருசாமி அருள் செய்த எங்களுக்கு குருசாமி முதல்ல சொன்னார், நான் வச்சுட்டேன். அடுத்து இவர் இந்த சாமியை நிறைவேற்றிட்டார். இப்போ அந்த சாமிகளை கூட்டு வந்துருக்கோம். ஆமாம். இதுக்கு என்ன பின்னில் என்ன இருக்குது? இந்த தேங்காய் வைக்கிறதுக்கு வேறு இது எங்கள் குருசாமி சொன்னது வந்து இது 18 வருஷம் பூர்த்தியானது நிறைவேற்றணும். அதாவது ஒவ்வொரு வருஷத்துக்கு ஒரு மூணாவது வருஷம் வந்தால் மணி கட்டிட்டு வர்றோம். 3ஆவது வருஷம் நிறைவேற்றுறதுக்கு. அது மாதிரி 18 வருஷம் பூர்த்தியானதுக்கு ஒரு தென்னைக்கண்டு வந்து வைக்கிறோம் நாங்கள். அவங்க 2 பேர் வந்து 18 வருஷம் முடிச்சுட்டாங்க. குருசாமி உத்தரப்பில் 2 பேரும் வந்து திக்காங்க 2 தென்னங்கண்டு ஊண்டிட்டோம். இன்னும் அடுத்து எங்கள்கிட்ட நிறையா 18 பேர் நாங்கள் வந்திருக்கோம். இதே மாதிரி ஒவ்வொருத்தவங்களும் 18 வருஷம் முடிஞ்ச உடனே குருசாமி தலைமையில் வந்து நாங்கள் ஒவ்வொன்றா ஊண்டிடுவோம். 18 வருஷம் முடிஞ்ச உடனே ஒரு தென்னங்கண்டு ஊண்டி எங்களுடைய கடமையை நம்பிக்கை நம்பிக்கை தான். 18 മല ആയി കഴിഞ്ഞാൽ ഗുരുസ്വാമിയാണ്. അങ്ങനെ അതിൻ്റെ ആചാരമായിട്ടാണ് ഇവിടെ തെങ്ങ് വയ്ക്കുന്നത്. 18 വർഷം വന്നു. 18 സീസൺ ടൈമിൽ 18 വർഷമായി. അല്ലാതെ ഒരു 25 പ്രാവശ്യം എന്തോ വന്നിട്ടുണ്ട്. ആരാ ഗുരുസ്വാമിയാണോ നിങ്ങളോട് പറഞ്ഞു? അതെ അതെ, ഗുരുസ്വാമിയാണ്. ഗുരുസ്വാമി എൻ്റെ അച്ഛൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്നു. ഇതിൻ്റെ വേറെ ആചാരങ്ങൾ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്? ഗുരുസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുസ്വാമി ചെയ്യുന്നു എന്നുള്ളത് ഇത് 18 മല ചവിട്ടി അതിൻ്റെ ഒരു ആചാരമായിട്ടാണ് വെക്കുന്നതാണ് അച്ഛൻ. 18 വർഷം പടി കയറിയാൽ എന്തിനാണ് തെങ്ങിൻ തൈ നടുന്നത്? ഈ ചോദ്യത്തിന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്
ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ട്. നമ്മുടെ ഹൈന്ദവ സങ്കല്പം പ്രകൃതി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രകൃതിയുമായിട്ട് വളരെ ചേർന്നിരിക്കുന്ന ഒരു സങ്കല്പമാണ്. പ്രകൃതിയെ നമ്മൾ പൂജിക്കാറുണ്ട്. പ്രകൃതി ഈശ്വരന്റെ ഒരു ഭാഗമാണ്, ഈശ്വര ചൈതന്യം നിറഞ്ഞതാണെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ 18 വർഷമാകുമ്പോൾ പ്രതീകമായിട്ട് ഈ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു തെങ്ങിൻ തൈ കൽപ്പവൃക്ഷമാണ് കൊണ്ട് വയ്ക്കേണ്ടത് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. തീർച്ചയായിട്ടും ഈ തെങ്ങിൻ തൈ നടൽ ഇന്നൊരു പ്രതീകാത്മക ചടങ്ങാണ്. കാരണം ഇത് ഇവിടെ നടുക മാത്രമാണ് ചെയ്യുക. ഇത് കരാറെടുത്തവർ പിന്നീട് ഏതെങ്കിലും ഫാമുകളിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ശബരിമല എന്നേ ഒരു കേരവനമായി മാറിയേനെ. ശബരിമലയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരച്ചടങ്ങുകളുടെ ഉദ്ഘാടനം ബ്രോഷർ പ്രകാശനവും നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ RK ദാമോദരൻ ഡോക്ടർ R വേണുഗോപാലിന് ആദ്യ കോപ്പി നൽകി ബ്രോഷർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ IBIS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വിവിധ കോഴ്സുകളിൽ ഡിപ്ലോമയും PG ഡിപ്ലോമയും പൂർത്തിയാക്കിയ 100ഓളം വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചു. IBIS കൊച്ചി ക്യാമ്പസിൽ വെച്ച് നടന്ന ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവിൽ 10ലധികം കമ്പനികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ IACET അംഗീകാരം നേടിയ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് IBIS. ഇന്ത്യയിലെ 7 ക്യാമ്പസുകളിലായി ആഗോള നിലവാരത്തിലുള്ള അമേരിക്കൻ ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ നൂതനമായ മാനേജ്മെന്റ് കോഴ്സുകളിൽ IBIS മികച്ച വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകുന്നു. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. കോൺഗ്രസിനോടുള്ള നിലപാടിൽ മുനമ്പം സമരസമിതിയിൽ ഭിന്നത. പ്രതിപക്ഷ നേതാവിന് തുറന്ന കത്തെഴുതിയ ഒരു വിഭാഗം. വഖഫ് ആക്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് കോൺഗ്രസിന്റെ നിലപാട് എന്തെന്ന് കത്തിലെ ചോദ്യം. കഴിഞ്ഞ നിയമസഭയിൽ എന്തുകൊണ്ട് വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചില്ലെന്നും മുനമ്പം നിവാസികളുടെ ചോദ്യം. സമരപരിപാടികൾ സംഘടിപ്പിക്കാത്തത് എന്തെന്നും മുനമ്പം നിവാസികൾ. മുനമ്പം ജനത എന്ന കൂട്ടായ്മയുടെ പേരിലാണ് പ്രതിപക്ഷ നേതാവിന് തുറന്ന കത്ത്. മുനമ്പത്തിൽ UDF-ലും ഭിന്നത. പ്രതിപക്ഷ നേതാവിന്റേത് UDF-ൽ ചർച്ച നടത്തിയ ശേഷം വന്ന അഭിപ്രായമല്ലെന്ന് ലീഗ് നേതാവ് MK മുനീർ. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നോ അല്ലെന്നോ തീരുമാനമായിട്ടില്ലെന്നും തീരുമാനം പറയേണ്ടത് സർക്കാരും വഖഫ് ബോർഡുമാണെന്നും മുനീർ. അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. അക്രമി വെടിവെച്ചത് സുവർണ ക്ഷേത്രത്തിനകത്തുവെച്ച്. സംഭവം സിഖ് മത നേതൃത്വം വിധിച്ച ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ബാദൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ਮਾਰਨ ਦੀ ਕੋਸ਼ਿਸ਼ ਕੀਤੀ ਗਈ ਪੁਲਿਸ ਵੱਲੋਂ ਹਿਰਾਸਤ ਦੇ ਵਿੱਚ ਲੈ ਲਿਆ ਗਿਆ ਵੱਡੀ ਖਬਰ ਦਾ ਜ਼ਿਕਰ ਕਰ ਰਹੇ ਹਾਂ. സംഭലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞു.